ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കൊച്ചച്ച ഡീക്കൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് പെസഹ തിരുനാൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. 2 കൂദാശകളുടെ സ്ഥാപനമാണ് ഈ ദിവസം നമ്മൾ ഓർക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മയാണെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഒപ്പം ഈ പരിശുദ്ധമായ കുർബാന അർപ്പിക്കുന്നതിന് ദൈവവിളികളാൽ സഭയെ സമ്പന്നമാക്കുവാൻ നമുക്ക് ദിവസം ദക്ഷിണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പെസഹ തിരുനാൾ ഒരു 11ാം കൽപ്പന നൽകപ്പെട്ട ദിവസമാണ്. നമ്മളൊക്കെ പഠിച്ചു 10 കൽപ്പനകളെന്നല്ലേ. പെസഹ ഒരു 11ാം കൽപ്പനയുടെ ദിവസമാണ്. 10 കൽപ്പനകൾ ദൈവം മനുഷ്യന് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കുവാനായിട്ട്. എന്നാൽ 11ാം കൽപ്പന എഴുതപ്പെട്ടു ഈശോ അത് ജീവിച്ചുകൊണ്ട്. 10 കൽപ്പനകൾ എഴുതപ്പെട്ടതാണെങ്കിൽ 11ാം കൽപ്പന ജീവിച്ച കൽപ്പനയാണ്. അതുകൊണ്ടാണ് അവൻ അന്ത്യത്താഴത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, 11ാം കൽപ്പന പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇങ്ങനെ ഒരു 11ാം കൽപ്പന ഒരു കൂദാശയായിട്ട് നൽകപ്പെട്ട മനോഹരമായ ദിവസമാണ് പെസഹ. ആ 11ാം കൽപ്പന നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതുമാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയർപ്പണത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകണം. എന്താണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്നേഹത്തിൻ്റെ അന്തരം എന്ന് പറയുന്നത്? മനുഷ്യൻ മുറിപ്പെടുത്തിക്കൊണ്ട് സ്നേഹിക്കുമ്പോൾ ദൈവം സ്വയം മുറിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. സ്നേഹിച്ചവരെയൊക്കെ മുറിപ്പെടുത്തിയതിൻ്റെ കുറേ ഓർമ്മകളൊക്കെയാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ സ്നേഹിച്ചവനാലൊക്കെ മുറിവേറ്റതിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ നെഞ്ചിലുണ്ടാകും. ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത മുറിപ്പെടുത്തിയവർക്കൊക്കെ അവൻ സ്നേഹമായിട്ട് മാറി. മനുഷ്യൻ എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 11ാമത്തെ വാക്യത്തിൽ അവൻ സ്വജനങ്ങളുടെ പക്കലേക്ക് വന്നു, പക്ഷെ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചത് എങ്ങനെയാണ്? സ്വജനങ്ങളുടെ പക്കലേക്ക് എത്തിയിട്ട് അവർ അവനെ സ്വീകരിക്കുന്നില്ല. അവൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. ജനിച്ചു വീഴാനായിട്ട് ഒരിടം കിട്ടാതെ അലഞ്ഞൊരാൾ, ജന്മം കൊണ്ടതിൻ്റെ അടുത്ത ദിനങ്ങളിൽ ഒരു പലായനത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരാൾ, ഇനി ഒരു പ്രായമെത്തിക്കഴിയുമ്പോൾ അപ്പനാരെന്ന് ചോദിക്കുമ്പോൾ ഈ തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ മനുഷ്യൻ്റെയൊക്കെ പരിഹാസത്തിന് വിധേയനാകേണ്ടി വന്ന ഒരാൾ, അവൻ്റെ പഠനങ്ങൾ മനസ്സിലാകാതെ പോയപ്പോൾ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ പോലും അവനെ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് അവനടുക്കലേക്ക് എത്തുന്ന ഒരു സങ്കടത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരാൾ, സമൂഹം ഉപേക്ഷിച്ചവരെയൊക്കെ ചേർത്ത് പിടിച്ചപ്പോൾ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും ഒക്കെ സ്നേഹിതനെന്ന് പറഞ്ഞ് വല്ലാതെ മുദ്ര കുത്തപ്പെട്ടു പോയ ഒരാൾ, ഏറ്റവും ഒടുവിൽ കാൽവരിയുടെ നെറുകയിൽ
ഒരു മനുഷ്യന് ലഭിക്കേണ്ട സാധാരണമായ നീതി പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് അടിച്ചു തകർക്കപ്പെട്ട് നഗ്നനായിട്ട് കാൽവരിയുടെ നെറുകയിൽ മരിക്കേണ്ടി വന്ന ഒരാൾ. ലോകം അവന് കൊടുത്ത മറുപടിയാണിത്. ലോകം അവന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. എന്നാൽ ഈശോ മിശിഹ നമുക്ക് നൽകിയ മറുപടി എങ്ങനെയാണ്? നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, അവൻ തനിക്കുണ്ടായിരുന്നവരെ അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിക്കുക. തനിക്കുണ്ടായിരുന്നവരെ അവൻ അവസാനം വരെ സ്നേഹിച്ചു. ഈ അവസാനം വരെ സ്നേഹിക്കുന്നതിൻ്റെ ആ രംഗമൊന്ന് നമ്മൾ മനസ്സിലോർക്കുന്ന നല്ലതാണ്. ഈ അന്ത്യത്താഴമെന്ന് പറയുന്ന രംഗം, അവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വയസ്സ് ഒന്നും വല്ലപ്പോഴും ഒക്കെ ഒന്നും മനസ്സിൽ കുറിച്ചിട്ട് പറയണം. വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ. അവിടെ ഇരിക്കുന്നതിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരെയും അവൻ ചേട്ട എന്ന് വിളിക്കേണ്ട പ്രായമാണ്. എന്നിട്ടും അവരെ സ്നേഹിതരെന്ന് മക്കളെന്നൊക്കെ അവൻ വിളിക്കുന്നത്. അന്ത്യത്താഴത്തിൽ അവൻ അവസാനം വരെ സ്നേഹിക്കുകയാണ്. ആ അത്താഴത്തിനിടയിൽ അവനൊപ്പം ഇരിക്കുന്ന മനുഷ്യരുടെ ചില മനസ്സിൻ്റെ വിചാരങ്ങളൊക്കെ അവൻ തിരിച്ചറിയുന്നുണ്ട്. യൂദാസ് എന്ന മനുഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്ന് അവനറിയാം. ഒറ്റിക്കൊടുക്കുന്നവന് ആദ്യത്തെ അപ്പം മുക്കിക്കൊടുക്കുകയാണ്. ആദ്യത്തേത് കൊടുത്തു. അവനോടുള്ള കരുതലും അവനോട് കാട്ടുന്ന ഒരു കരുണയുമാണത്. എന്നിട്ട് ഈശോനോട് ഒന്നേ പറയുന്നുള്ളൂ, നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോയി ചെയ്തോളുക. പാവപ്പെട്ട ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. അവർ വിചാരിച്ചു ഈശോ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകും. കാരണം പണസഞ്ചി അവൻ്റെ കയ്യിലാണ്. എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകും. അത് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണെന്ന് മാത്രമാണ് അവർ തിരിച്ചറിയുന്നത്. ഒറ്റിക്കൊടുക്കുന്നവൻ്റെ മനോഭാവങ്ങൾ ഒപ്പമിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാതെ അവനെ സ്നേഹിച്ചുകൊണ്ടവൻ ഇറക്കി വിടുകയാണ്. ഗത്സമന തോട്ടത്തിലെത്തുമ്പോൾ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിത എന്ന് തിരികെ വിളിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടെ, അവസാനമായിട്ടൊരിക്കൽ കൂടെ ദൈവമായിട്ട് അവൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അവസാനം വരെ സ്നേഹിക്കുകയാണ്. ഇനി ആ അന്ത്യത്താഴത്തിൽ മറ്റൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്, പത്രോസ് എന്ന മനുഷ്യൻ. ഈശോ അവന് ആ രാത്രിയിൽ ചെയ്യാനിരിക്കുന്നൊരു കുറവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പത്രോസ്, ഈ രാത്രിയിൽ ഇന്ന് നീ എന്നെ തള്ളിപ്പറയും. പാപം ചെയ്യുന്നതിന് കൃത്യമായ മണിക്കൂർ പറഞ്ഞു കൊടുക്കപ്പെട്ട ഒരാൾ പത്രോസ് മാത്രമായിരിക്കും. പത്രോസ്, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ ഇന്നത് ചെയ്തിരിക്കും. മറ്റാർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാണത്തില്ല. ചെയ്യുന്ന പാപത്തിൻ്റെ സമയം എന്താണെന്ന് കൃത്യമായിട്ട് അറിയിപ്പ് കിട്ടിയ ഒരാൾ. എന്നിട്ടും അയാൾ ഈശോയെ തള്ളി പറയുകയാണ്. അവനെ ഉത്ഥാനശേഷം കണ്ടെത്തുമ്പോൾ ചോദ്യങ്ങളൊന്നുമില്ല, ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നോ? നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കുമായിരുന്നല്ലേ? കണക്ക് പറയുമല്ലേ? ജീവിതത്തിൽ അന്നോളം ചെയ്തു കൊടുത്തതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കണക്ക് പറയും. ഈ 3 വർഷക്കാലം കൊണ്ടു നടന്ന് ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയൊക്കെ നിനക്ക് തന്നില്ലേ, നിന്റെ ജീവിതത്തിൽ ഞാനല്ലായിരുന്ന കൂട്ടുണ്ടായെന്ന് സഭയുടെ താക്കോല് പോലും നിന്റെ കയ്യിൽ ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചു, എന്നിട്ടും നീ എന്താ ഇങ്ങനെ? ഈശോ ഒന്നും ചോദിക്കുന്നില്ല. അവൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കുന്നുള്ളൂ, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? സ്നേഹത്തിന് മറക്കാൻ കഴിയാത്ത കുറവുകളൊന്നുമില്ല. സ്നേഹത്തിന് മറക്കാനും പൊറുക്കാനും കഴിയാത്ത കുറവുകളൊന്നുമില്ല. ഇന്ന് ആലയത്തിലിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെയോ സങ്കടങ്ങളും ഏതൊക്കെയോ വിദ്വേഷങ്ങളും നമ്മളെ വല്ലാതെ അലട്ടുന്നെങ്കിലും ഓർത്തിരിക്കുക. ഇന്നോളം നമ്മൾ സ്നേഹത്തിലൊന്ന് സ്നാനപ്പെട്ടിട്ടില്ല. മറ്റൊരാളെ എപ്പോഴാണ് നമുക്ക് മുറിപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്? നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ മതി. ഈ ഭൂമിയിലൊന്നും നിലനിൽക്കുന്നതല്ല. ഈ ഭൂമിയിൽ ഒരു നിത്യവസതിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഏതൊരു കുറവുകളും നമുക്ക് പൊറുക്കാൻ കഴിയും. ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെയാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് മാത്രമുണ്ടെന്നുള്ള ചില വ്യർത്ഥബോധങ്ങൾ നമ്മളെ ഭരിക്കുമ്പോൾ
നമുക്ക് ആരോടും ഇനിയൊന്ന് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പെസഹായിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നോർക്കണം, ദൈവം എന്നെ സ്നേഹിച്ചതെങ്ങനെയാണ്. ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ട ഒരു ബോധ്യം അതാണ്, ദൈവം എന്നെ എപ്രകാരം സ്നേഹിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ട് അവസാനം വരെ അവൻ എന്നെ സ്നേഹിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഒരിക്കൽ നിങ്ങളോട് പങ്കുവച്ചൊരു കുഞ്ഞ് അനുഭവമുണ്ട്. ഒരു പള്ളിയിലായിരിക്കുമ്പോൾ ആരുടെ വകയിലെ ഒരു കുടുംബം, 4 മക്കളുള്ള കുടുംബത്തിലെ ഇളയവനായ മകന്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നാട്ടിലുണ്ട്. അവൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയാണ്. 2 മക്കളുമുള്ള കുടുംബം. ജ്യേഷ്ഠന്മാരൊക്കെ വിദേശത്ത് വലിയ ജോലികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. അമ്മയോടൊപ്പം ഇവർ കുടുംബത്തിൽ ജീവിക്കുകയാണ്. ഈ മകള് വീട്ടിലെത്തിയ, കല്യാണം കഴിച്ചെത്തിയ നാൾ മുതൽ ഈ അമ്മയ്ക്കും മകളോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. കാരണം ഇവൾ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയൊക്കെ അളവ് കുറവാണ്. മറ്റു മക്കളൊക്കെ ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ആയിട്ട് വന്നത്, ഇവള് മാത്രം അധികമൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ മുതൽ നിരന്തരം ഇവളെ ദ്രോഹിക്കുന്നതിന് അമ്മ മുന്നിട്ട് നിൽക്കുകയാണ്. അമ്മയിൽ നിന്നുണ്ടാകുന്ന വേദനകളൊക്കെ വല്ലാതെ കലശനാകുമ്പോൾ ഇവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിക്കുക. ഒരിക്കൽ ആ വീട്ടിലെ ഇളയ മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞച്ചാ, ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് മാറി ഒരു കൊച്ചു വീടെടുത്ത് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. ഞാനോട് ചോദിച്ചു, എന്തിനാ ഇത്? മനോഹരമായൊരു വീടില്ല. പറഞ്ഞല്ലച്ചാ, ബന്ധങ്ങളൊക്കെ നന്നായിരിക്കാൻ മാറി താമസിക്കാൻ. അങ്ങനെ മാറി താമസിക്കുകയാണ്. ഇവരാ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് ഓരോരോ രോഗങ്ങളാണ്. അങ്ങനെ രോഗം ഒന്ന് മാറുമ്പോൾ ഒന്നൊന്നായിട്ട് മാറി വരുന്നു. അവസാനം വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുക. അമ്മയുടെ മുഖത്ത് നിന്നാണ് ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാൻസർ ബാധിതയായിട്ട് ഈ അമ്മ കടന്നു പോവുകയാണ്. അമ്മയുടെ മുഖമൊക്കെ പൊട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ, ഇളയ മകൻ അമ്മയെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോരുകയാണ്. ഈ മകനും മകളും കൂടെയാണ് അമ്മയെ ശുശ്രൂഷിക്കുന്ന. അമ്മയുടെ മുഖമൊക്കെ പഴുത്ത് പലപ്പോഴും അത് വ്രണങ്ങൾ വല്ലാതായിട്ട് മുറിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ മണമടിക്കുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി, അവൻ്റെ ഭാര്യ വളരെ മനോഹരമായിട്ട് അമ്മയെ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരിക്കൽ ഒരു ശനിയാഴ്ച ദിവസം ഈ ടീച്ചർ, ഇവൻ്റെ ഭാര്യ പള്ളിയിലെ കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു. കുർബാനയ്ക്ക് കാശ് തരാൻ വന്നതാണ്. ആ പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ വല്ലാതെ വീർത്തിരിപ്പുണ്ട്. അവളോട് ചോദിച്ചു, എന്താ പറ്റിയാൾ? പറഞ്ഞാൽ ഒന്ന് മുഖം അടിച്ച് വീണതാണ്, അങ്ങനെ നീര് വെച്ചതാണ്. ഒരുപാട് അന്വേഷിക്കേണ്ടെന്ന് കരുതി അതങ്ങനെ തന്നെ വിട്ടു. ഇങ്ങനെ ഈ ഒരവസ്ഥയിലാണ് ഈ അമ്മയെ ഈ മകളും മകനും കൂടെ ശുശ്രൂഷിക്കുന്നത്. ഒരു ദിവസം ആ മകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ, അമ്മയ്ക്കൊന്ന് കുർബാന കൊടുക്കാൻ വരാമോ? ഞാൻ പിറ്റേന്ന് രാവിലെ പരിശുദ്ധ കുർബാന നൽകാനായിട്ട് ആ ഭവനത്തിലെത്തി. ഇങ്ങനെ പൊട്ടിയൊടുകുന്ന വ്രണങ്ങളുള്ള അമ്മയെ കുളിപ്പിച്ച് മനോഹരമാക്കി ഒരു മണമടിക്കാത്ത രീതിയിൽ മകളെ കിടത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നു, കുർബാന കൊടുത്തു. കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ അമ്മ വലിയ വായിൽ കരയുകയാണ്, വാവിട്ട് കരയുക. ഈ രോഗത്തിൻ്റെ അവസ്ഥയാണെന്ന് കരുതി ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു. പോട്ടെ, കുഴപ്പമില്ല, ഈശോയെ സ്വീകരിച്ചതല്ലേ, ഇനി രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടാകും. ഞാനിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞച്ചാ, ശരീരത്തിൻ്റെ വേദന കൊണ്ട് കരഞ്ഞതല്ല, മനസ്സിൻ്റെ സങ്കടങ്ങൾ താങ്ങാനാവാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് കരയുന്നതാ. എന്നിട്ട് അമ്മ എന്നോട് പറയുന്ന വെച്ചാൽ, പണ്ടൊരിക്കൽ എൻ്റെ മകള് അച്ഛനെ കാണാൻ വന്നപ്പോഴും അവിടെ മുഖം ഇങ്ങനെ വീർത്തിരുന്നതിൻ്റെ കാരണം അച്ഛൻ അന്വേഷിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അവൾ അച്ഛനോട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ്, എന്താ സംഭവിച്ചതെന്നറിയാവോ? ആദ്യം തൻ്റെ തലയിൽ നിന്ന് എന്തോ പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ കയ്യിരുന്ന കനവുള്ള ഒരു തവി കൊണ്ട് ഞാൻ അവളുടെ മുഖത്തിട്ടടിച്ചതാണ്. അങ്ങനെയാണ് അവളുടെ പല്ലടർന്നാണ് നീരി വെച്ചത്. ഇത് പറഞ്ഞ് അമ്മ വാവിട്ട് കരയുമ്പോൾ
ഈ പെൺകുട്ടി ഓടി വന്നിട്ട് അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക, അമ്മ എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞു. അമ്മയെ ശാന്തമാക്കിയിട്ട് ഇവർ രണ്ടുപേരെയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വണ്ടിയെ കയറി തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചടി, മോളെ നിന്നെക്കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അവൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ അച്ഛാ, തല്ലിയ കവളത്തൊന്ന് തലോടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ എൻ്റെ വിശ്വാസം? തല്ലിയ കവളിലൊന്ന് തലോടി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചും വിശ്വാസിയാന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? ഈ ദിവസം തല്ലിയ കവളുകളിലൊക്കെ അവനെന്ന് തലോടിയതിൻ്റെ മനോഹരമായ ഓർമ്മയാണ്. വിശുദ്ധ കുർബാനയിൽ അവൻ നമ്മളെ കുറവുകളൊക്കെ മാറ്റി തലോടുക എന്ന പരിശുദ്ധമായ ദിവസം. ഈ ദിവസം മറ്റൊന്നും കൂടെ ഓർക്കുന്നുണ്ട്, പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ഓർമ്മയാണ്. ഞാൻ രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. നമുക്കറിയാം, ഒരു ജനം നിലവിളിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന പ്രത്യുത്തരമാണ് ഒരു പൗരോഹിത്യം. ഒരാളും ഈ പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിക്കുന്നത് സ്വന്തം കഴിവിലോ കരുത്തിലോ അല്ല. എവിടെയോ ഇരുന്നു കൊണ്ട് ഒരു ജനം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ജനത്തിന് വേണ്ടിയിട്ട് അവരുടെ നിലവിളിക്ക് കൊടുക്കുന്ന പ്രത്യുത്തരമാണ് പൗരോഹിത്യ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ പൗരോഹിത്യം ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന മറുപടിയാണെന്ന് നിങ്ങൾ മറക്കരുത്. ജനത്തിൻ്റെ നിലവിളിക്ക് ദൈവം തന്ന മറുപടിയാണ് ഓരോ പുരോഹിതനും. അതുകൊണ്ട് തന്നെ ഓരോ പുരോഹിതന് വേണ്ടിയിട്ടും അനുദിനം ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട് നിയോഗം കിട്ടിയതാണ് ഒരു ദൈവജനം. സെമിനാരിയിൽ ചേർന്നപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ആദ്യകാലത്തൊക്കെ ഉൾക്കൊള്ളാനായിട്ട് അല്പം പ്രയാസമായിരുന്നു. ചെന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പൗരോഹിത്യം എന്ന് പറയുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. നമ്മളാരെങ്കിലും മൺപാത്രത്തിനകത്ത് നിധി വയ്ക്കുമോ? അല്ലേ? നിധി കിട്ടിയാൽ നല്ല അടച്ചുറപ്പുള്ള നിലവറയിൽ വയ്ക്കണം. ഇത് ചെന്ന കാലം മുതൽ കേൾക്കുന്നുണ്ട്, പൗരോഹിത്യം മൺപാത്രത്തിലെ നിധിയാണ്. കേൾക്കുമ്പോഴൊക്കെ ആദ്യം ഒരു സങ്കടം ഉണ്ടാകും. കർത്താവിന് കുറച്ചും കൂടെ ഉറപ്പുള്ള രീതിയിൽ ഈ കാര്യമൊന്നും വെച്ചിരുന്നെങ്കിൽ എന്ത് കഷ്ടമായിപ്പോയി. കാലം മുമ്പോട്ട് പോയപ്പോൾ ദൈവം പഠിപ്പിച്ചു തന്നു, മൺപാത്രത്തിലെ നിധിയായിട്ട് അവൻ പൗരോഹിത്യം തന്നത് അത് നിനക്ക് വേണ്ടിയിട്ടല്ല, നിന്റെ ജനത്തിന് വേണ്ടിയിട്ട് മുറിക്കപ്പെടാനും തകർക്കപ്പെടാനും ദൈവം നൽകിയ നിയോഗത്തിൻ്റെ വിശുദ്ധമായ സൂക്ഷിപ്പാണ് മൺപാത്രത്തിലെ നിധി. ദൈവം നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടിയിട്ട് മുറിക്കപ്പെടാനുള്ള നിയോഗത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും പുരോഹിതൻ തന്നെ നെഞ്ചിടർന്നൊരു വാക്ക് പറയുന്നുണ്ട്. കുർബാനയിലെ അപ്പമെടുത്ത് കരങ്ങളിലെടുത്തിട്ട് ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇത് പറയുന്ന പുരോഹിതൻ്റെ നെഞ്ചിടരണം, ഇടർന്നുണ്ടാകും. ഓരോ ബലിയിലും ഈ അപ്പം എടുത്തിട്ട് ഇത് എൻ്റേതെന്ന് പറയുന്നൊരു പുരോഹിതൻ്റെ ജീവിതത്തിൽ നെഞ്ചിടറി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് അവൻ്റെതാണ്, ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മുറിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ജനത്തിൻ്റെ വിശുദ്ധമായ നിയോഗമാണ്. ഞാൻ നിങ്ങളോട് വന്ന ഞായറാഴ്ച പറഞ്ഞല്ലോ, ഒരു പുരോഹിതൻ ജനത്തിൻ്റെ മുമ്പിൽ തനിക്ക് വേണ്ടി കൈനീട്ടുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടേ ഉള്ളൂ. ബാക്കി എന്തിനൊക്കെ വേണ്ടി അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു പുരോഹിതൻ ആയിരിക്കുന്നിടത്ത് നിന്ന് തിരികെ പോകുമ്പോൾ അതൊക്കെ ഇവിടെ ഇട്ടിട്ടേ പോകത്തുള്ളൂ. അച്ഛൻ നിങ്ങൾക്ക് മുമ്പിൽ അച്ഛന് വേണ്ടി കരം നീട്ടുന്ന ഒറ്റ കാര്യത്തിനാണ്. കുർബാനയ്ക്കിടയിൽ 3 ആവർത്തി കരം നീട്ടുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ മറുപടിയും കൂടെ ചൊല്ലുന്നുണ്ട്, അങ്ങയുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ടാകണം. അവിടെയാണ് ഇനി സഭയുടെ വളർച്ചയുണ്ടാകുന്നത്.
പൗരോഹിത്യത്തിൻ്റെ കുറവുകളിലേക്ക് മാത്രം കണ്ണു തുറന്നിരിക്കുന്നൊരു ജനമായിട്ട് നമ്മളിന്ന് മാറുകയാണ്. നിങ്ങൾ നിലവിളിച്ചിട്ട് ദൈവം തന്നതാണ്, നിങ്ങൾ ചോദിച്ചിട്ട് ദൈവം തന്നതാണ് പൗരോഹിത്യം. അങ്ങനെയെങ്കിൽ ആ പുരോഹിതരെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് തുറന്ന് നിലവിളിക്കാനുള്ള വിശുദ്ധമായൊരു നിയോഗം നിങ്ങൾക്കൊണ്ട് മറക്കരുത്. ഈ പെസഹ ആഘോഷിക്കുമ്പോൾ അവിടെയാണ് ബലിപീഠത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതെന്ന് പറയുന്ന പുരോഹിതൻ്റെ നെഞ്ചിൽ നിന്നുയരുന്ന പ്രാർത്ഥന അഭിഷേകമായിട്ട് മാറിയിട്ട് ആ അപ്പത്തിൽ ഇറങ്ങി വരുന്നവൻ ആ പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ജനത്തെ സ്പർശിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ പെസഹ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കണം പുരോഹിതർക്ക് വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ വീടുകൾക്കുള്ളിൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ടാകണം. ഞാൻ നിങ്ങൾക്കൊരു കാര്യത്ത് ഉറപ്പ് തരികയാണ്, ദിവസം നിങ്ങളുടെ വീടുകൾക്കുള്ളിൽ ഒരു പുരോഹിതന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കും. കാരണം ഒരു പുരോഹിതൻ വീണ് കാണാൻ നരകം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പിശാച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു പുരോഹിതൻ വീണ് കാണാനായിട്ട്. ആ പുരോഹിതന് കോട്ട കെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം വല്ലാതെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം എല്ലാ പുരോഹിതർക്കും വേണ്ടിയിട്ട്. പൗരോഹിത്യത്തിൻ്റെ കുറവുകളല്ല, നിങ്ങളുടെ കണ്ണുനീരാണ് ഒരു പുരോഹിതൻ്റെ വിളിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം എല്ലാ പുരോഹിതരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ ഈ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്കിനിയും സഭയിലെ പുരോഹിതരെ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണം നല്ല ദൈവവിളികൾക്ക് വേണ്ടിയിട്ട്. സഭയെ ഈ ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പൗരോഹിത്യ സന്യാസ വിളികളാൽ ദൈവം സഭയെ അനുഗ്രഹിക്കുവാൻ നമുക്ക് ബലിയിൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.